ആരുമില്ല. പുള്ളിക്കാരി ഷോപ്പിൽ ഇടയ്ക്ക് പോകും, അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും പോകും. ഒരു ശല്യമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായതായിട്ട് എന്നെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം പോലും ചോദിച്ച് ശല്യപ്പെടുത്തത്തില്ല. അത്ര ആ രീതിയിലായിരുന്നു അവരിത് സെറ്റ് ചെയ്തത്. അതിനകത്ത് ഞാൻ എന്ത് പറഞ്ഞോ അത് എനിക്ക് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ ക്ലിയറായിട്ട് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് വാട്സപ്പിൽ കൂടെ സംസാരിച്ച് ഈവൻ കേബിൾ വരെ നമ്മൾ ചെക്ക് ചെയ്തു. ആ കേബിളും എല്ലാ കേബിളും നമ്മുടെ സബ് വൂഫറിൻ്റെ കേബിളാണെങ്കിലും മറ്റേ അറ്റ്മോസിൻ്റെ ഇതിൻ്റെയൊക്കെ ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കി. എൻ്റെ എല്ലാം ഇവിടെ നിങ്ങൾ ചെയ്യാൻ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ വിശ്വസനീയമായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത്. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും VM ഹോം സിനിമാസിൻ്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മിന്നുള്ളത് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയുള്ള മനോജേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കിടിലൻ ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തിയേറ്ററിന്റെ ആദ്യം തന്നെ നമുക്ക് സൈസ് നോക്കാം. വളരെ ചെറിയൊരു സൈസ്, കാരണം ഇതൊരു കാർ പോർച്ച് ആണ്. നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്, കാരണം വീട്ടിൽ വേറെ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാർ പോർച്ച് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ തിയേറ്റർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാർ പോർച്ചിന്റെ സൈസ് നിങ്ങൾക്ക് അറിയാം നോർമലി. അപ്പോൾ ഈ ഒരു സൈസ് പറയുകയാണെങ്കിൽ 13 അടിയാണ് നീളം വരുന്നത്, അതേപോലെ തന്നെ 11.5 അടി വീതി. ഈ ഒരു സൈസിലാണ് നമ്മൾ ഈ തിയേറ്റർ, അതായത് കാർ പോർച്ചിനെ നമ്മൾ തിയേറ്റർ ആക്കി മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ട്, അറിയാതെ. കാരണം സീലിംഗ് കാര്യങ്ങൾ മൊത്തത്തിലൊരു കാർ പോർച്ച് ആയതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു. എന്നാലും കൂടി നമുക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വാളിറ്റി അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ തിയേറ്ററിനെ കുറിച്ച് പറയുന്നതിൽ ഉപയോഗിച്ചുള്ള എക്യുപ്മെന്റ്സിലേക്ക് നമുക്ക് കിടക്കാം. എക്യുപ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതിൽ AVRലേക്ക് വരാണെങ്കിൽ ഡാനോൺ ബ്രാൻഡിൽ വരുന്ന 1800 എന്ന് പറഞ്ഞിട്ടുള്ള 7.2 ചാനൽ ഡോൾബി അറ്റ്മോസ് വരുന്ന AVR ആണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ പാക്കേജിലേക്ക് വരണമെങ്കിൽ പോൾക്കിന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പോൾക്കിന്റെ LCRലേക്ക് വരണമെങ്കിൽ ES55 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറാണ് ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ES സീരീസിൽ വരുന്ന ES30 എന്നുള്ള സ്പീക്കറാണ് സെൻട്രൽ സ്പീക്കറായിട്ട് കൊടുത്തിട്ടുള്ളത്. സബ് വൂഫറിലേക്ക് വരാണെങ്കിൽ നമ്മൾ DSW Pro എന്ന് പറഞ്ഞിട്ടുള്ള 550 എന്ന് പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് സബ് വൂഫർ ഒരെണ്ണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത്രയും വലിയ റൂമിലേക്ക് ആക്ച്വലി നമുക്കൊരു 10 ഇഞ്ചിൻ്റെ സബ് വൂഫർ മതി, എങ്കിലും പുള്ളിക്ക് കുറച്ച് ബേസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്ക് സബ് വൂഫർ കൊടുത്തത്. അപ്പോൾ 400 വാട്ട്സാണ് ഈ സബിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 10 ഇഞ്ച് തന്നെയാണ്, പക്ഷേ എൻ്റെ ഔട്ട്പുട്ട് കുറച്ച് കൂടുതലാണ്. 400 വാട്ട്സാണ്. അതുപോലെ തന്നെ ഒരു ഡൗൺ ഫയറിംഗ് ആയിട്ടുള്ള സബ് വൂഫർ. അപ്പോൾ സറൗണ്ടിങ് സ്പീക്കറായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് RC85i എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവാൾ സ്പീക്കറാണ് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അറ്റ്മോസിലേക്ക് വരികയാണെങ്കിൽ RC60 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസീലിംഗ് സ്പീക്കറാണ് നമ്മൾ അറ്റ്മോസിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ എപ്സൺ ബ്രാൻഡിൽ വരുന്ന 750 എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ HD പ്രൊജക്ടർ 4K കേപ്പബിൾ ആയിട്ടുള്ള ഫുൾ HD 4K സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ സൂര്യ ബ്രാൻഡിൽ വരുന്ന 110 ഇഞ്ചിൻ്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞു റൂം സൈസ് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 110 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയ പ്ലെയർ ആയിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഗൾഫിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി കയ്യിൽ ഒരുപാട് ഫിലിംസ് സ്റ്റോക്ക് ഉണ്ട്, കാരണം ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഒരുപാട് ഫിലിംസ് പുള്ളി കയ്യിലുണ്ട്, കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
USB അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്ന ഒരു മീഡിയ പ്ലെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഡ്യൂൺ ബ്രാൻഡിൽ വരുന്ന ഫോമാറ്റിക്സ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 4K അതുപോലെ തന്നെ നമുക്കൊരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ, നല്ല രീതിയിൽ സൗണ്ട് ഔട്ട്പുട്ടും മീഡിയ ഔട്ട്പുട്ടും തരുന്ന ഒരു മോഡലാണത്. ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസാണ് നമ്മൾ മീഡിയ പ്ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ 2 UPS എല്ലാം എവിടെയും പറയുന്ന പോലെ 2 UPS കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അക്കോസ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ പെറ്റ് പാനലിന്റെ സിംഗിൾ ലെയർ അക്കോസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ 2 കളർ മൾട്ടി കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡാർക്ക് ആഷും അതുപോലെ തന്നെ ഒരു മഡ് ബ്രൗൺ. അതേപോലെ തന്നെ മഡ് ബ്രൗണിൽ വരുന്ന റിപ്പിഡ് കാർപ്പറ്റ്സ് ആണ് നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എല്ലാ തിയറിലും ചെയ്യുന്ന ഫാബ്രിക് സ്റ്റോൺ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗാലക്സിയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 4 ചെയേഴ്സാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4 പുഷ് ബാക്കാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ 2 റിക്ലൈനർ സോഫാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെറിയ റൂമായിരുന്നു ഫ്രണ്ടിൽ ഇട്ടിട്ടില്ല. അപ്പോൾ 4 ചെയേഴ്സാണ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുള്ളത്. 2 ചെയർ പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി അത് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് മനോജ് ചേട്ടൻ്റെ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം ഇതിൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ബിയ ഹോം സിനിമ സെറ്റ് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസും എന്തൊക്കെയാണ്, അതുപോലെ തന്നെ തിയേറ്ററിന്റെ ടോട്ടൽ എക്സ്പീരിയൻസും കൂടി ചോദിച്ചു നോക്കാം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ലതായിട്ട് പോകുന്നു. ഇന്നാണ് ഞാൻ അവധിക്ക് ഇവിടെ വന്നത്. ഞാൻ ഓൾറെഡി വെളിയിലാണല്ലോ, നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നത്. സിസ്റ്റം കമ്മീഷൻ ചെയ്ത് എല്ലാം ചെയ്ത് നിങ്ങൾ പോയത് മാത്രമേ എനിക്കറിയുള്ളൂ. ഇപ്പോഴാണ് ഞാൻ നമ്മുടെ ഹോം തിയേറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്ത് പറഞ്ഞോ അത് എനിക്ക് അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ ക്ലിയർ ആയിട്ട് ചെയ്തു. എനിക്ക് ഇതിനകത്ത് മെയിൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ളത്, BM ഹോം സിനിമ ഞാൻ വെളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പലരോട് കോണ്ടാക്ട് ചെയ്തു. എനിക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഭാഗ്യരാജ്. മറ്റുള്ളവരെക്കാൾ നല്ല എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പിന്നെ എവിടെ എൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു, കൂട്ടത്തിൽ അതിന് വേണ്ട തുക എത്ര മുടക്കിയാൽ മതി, ആവശ്യമില്ലാതെ മുടക്കണ്ട. ഞാനപ്പോൾ എന്തോ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് അതിൻ്റെ സൗണ്ട് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, ഈ റൂമിന് വേണ്ട ഇത് വെറുതെ കാശുകളായിട്ട് കാര്യമില്ല, വേണ്ടത് അത് എനിക്ക് ചെയ്തു തരുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് വാട്സപ്പിൽ കൂടെ സംസാരിച്ച് ഈവൻ കേബിൾ വരെ ഞാൻ വന്നപ്പോൾ ചെക്ക് ചെയ്തു. ആ കേബിളും എല്ലാ കേബിളും നമ്മുടെ സബ് വൂഫറിൻ്റെ കേബിളാണെങ്കിലും മറ്റേ അറ്റ്മോസിൻ്റെ ഇതിൻ്റെയൊക്കെ ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ ചെയ്യാൻ ബാക്കി ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ വിശ്വസനീയമായ രീതിയിലാണ് നിങ്ങൾ ചെയ്തതും. അതുപോലെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സൗണ്ടും പിക്ചർ ക്ലാരിറ്റിയും ഇല്ല നല്ലതായിട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഒരു ഡോൾബി അറ്റ്മോസ് പോലെ തന്നെ ഫുൾ HD ആണ് ചെയ്തത്. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4K വേണമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ 4K വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ ഉപയോഗിച്ചിരുന്ന TV 4K ആയിരുന്നു. പക്ഷെ അത് ഇതിൽ പറഞ്ഞല്ല, 4K ഒന്നും അങ്ങനെ കാണാറില്ല ഫോർമാറ്റ് ഒന്നും. അന്ന് എന്നോട് പറഞ്ഞു ആവശ്യമില്ലാതെ എന്റെ കാശ് ഇപ്പൊ കളയാൻ ആരുമില്ല. പിന്നെ നോക്കിയപ്പോൾ ചോദിച്ചു, പിന്നെ അങ്ങനെ ഞാനതങ്ങ് എഗ്രി ചെയ്തു. മകന്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അത് നവനീത് നമ്മളോടൊപ്പം ഉണ്ട്. പുള്ളിനോടും കൂടി ചോദിച്ചു, കാരണം പുതു തലമുറ അവരാണല്ലോ ശരിക്കും തിയേറ്ററിലൊക്കെ പോയി ശരി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ? പുറത്തൊക്കെ പോവാറ് ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂവി ഉണ്ടേ ഇതിനകത്തല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ കാണുന്നത് നമ്മൾ ഇവിടെ തിയേറ്ററിൽ കാണുന്ന വ്യത്യാസം വല്ല നോക്കിയിട്ടുണ്ടോ? സൗണ്ടും കാര്യങ്ങളും പിക്ചറൊക്കെ ഓക്കെ. നീ പുറത്ത് എങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പുറത്ത് സിനിമ പോകാറുണ്ട്? അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു തിയേറ്റർ ചെയ്ത കാര്യം ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവരൊക്കെ വന്ന് കണ്ടല്ലേ? അവർക്കെന്താ പറഞ്ഞത്? ഓക്കെ ഓക്കെ. ഇത് അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ശരിക്കും വീട്ടിൽ ഉള്ള ആളെന്ന് പറഞ്ഞാല് ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്കാണ് ശരിക്കും ഒരു തിയേറ്റർ ഉണ്ട്, ശരിക്കും ഉപയോഗിക്കേണ്ട ആള് ചേച്ചിയാണ്. കാരണം വെച്ചാൽ ചേട്ടൻ പുറത്താണ്, മകനുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സിനിമയാണ്. അപ്പൊ പുറത്തൊക്കെ ചേട്ടൻ വരാൻ സമയത്തല്ലേ തിയേറ്ററിലൊക്കെ പുറത്ത് കാണാൻ പറ്റാറുള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും വീട്ടിലൊരു തിയേറ്റർ വന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എന്താണ് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയത്. അല്ല, പുറത്ത് പോയി സിനിമ ചേട്ടനായിട്ട് പോയി പുറത്തൊക്കെ പോയി സിനിമ കാണാറുണ്ടോ? തിയേറ്ററിലൊക്കെ പോയിട്ട് അപ്പൊ സിനിമ ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. നമുക്ക് വേണമെങ്കിൽ സീരിയലൊക്കെ ഇതിൽ കാണാം. സീരിയലൊക്കെ കാണാറുണ്ടോ? സീരിയലാണല്ലോ കുറവാന്നുള്ളത്. ഷോപ്പുള്ള ചേച്ചി കുറച്ച് എൻഗേജ്ഡ് ആണ്. അപ്പൊ കുറച്ച് ഫ്രീ ടൈം ഇപ്പൊ നമുക്കിപ്പോ തിയേറ്ററിൽ പോയി എപ്പോഴും കാണാൻ പറ്റാറ്, കാരണം ബിസിനസ് കാര്യങ്ങൾ തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് നമ്മൾ ഫ്രീ ടൈമിൽ ഇരുന്ന് കാണാം. അതാണ് ഇപ്പൊ തിയേറ്ററിൽ ഏറ്റവും എക്സ്പീരിയൻസ്. അപ്പൊ സിനിമ എത്ര സിനിമ കണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ സിനിമ എടുത്തെല്ലാം കണ്ടായിരുന്നു തിയേറ്ററിൽ?
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല തിയേറ്ററിൽ കാണുന്ന ഒരു ഫീൽ നമുക്ക് തോന്നി. ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെ വൈദ്യുതം വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ തിയേറ്ററിനകത്ത് വീട്ടിലെ തിയേറ്ററിനകത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഫിലിം ഓൺലൈനിൽ ഏതോ റിലീസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല തിയേറ്ററിൽ ഇരിക്കുന്ന ഫീലിംഗ് ഉണ്ടെന്ന് ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് തന്നെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ രാത്രിയിൽ ഹസ്ബൻഡ് വെളിയിലാണ്, ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നല്ലൊരു രാത്രിയൊക്കെ വന്ന് കടന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പുള്ളിക്കാരി പറഞ്ഞ പോലെ ഞാനും എൻ്റെ മൂത്ത മോനും വെളിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇളയ മോനും വൈഫും തന്നെ ഉള്ളൂ. ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അതിപ്പോൾ അത് റൺ ചെയ്യുന്നതും പുള്ളിക്കാരിയാണ് നോക്കുന്നതെല്ലാം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ BM ഹോം സിനിമയുടെ ഭാഗ്യരാജിൻ്റെ ടീം ഇന്ന് തന്നെ പറയാൻ പറ്റും, നിങ്ങളുടെ സ്ട്രോങ് ടീം. അവരിവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വീട്ടിലാരും ഇല്ല, പുള്ളിക്കാരി ഷോപ്പിൽ ഇടയ്ക്ക് പോകും, അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും പോകും. ഒരു ശല്യവും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായതായിട്ട് എന്നെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം പോലും ചോദിച്ച് ശല്യപ്പെടുത്തത്തില്ല. അത്ര ആ രീതിയിലായിരുന്നു അവരിത് സെറ്റ് ചെയ്തത്. അതിനകത്ത് എനിക്ക് വളരെ ആ ഒരു കാര്യത്തിന് നമുക്ക് തീർത്തും വിശ്വസിക്കാവുന്ന ഒരു ടീമാണ് BM ഹോംസ്. അതുകൊണ്ട് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്തു, വളരെ മനസ്സുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ വ്യൂവേഴ്സിനോട് അല്ലെങ്കിൽ തിയേറ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും തിയേറ്ററിനെ കുറിച്ച് പറയാൻ പറ്റും? പുതിയ വീട് വയ്ക്കുന്നവരാണ് ആദ്യമേ ഇതിനകത്തൊരു ക്രൈസ് ഉള്ളവർ, ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ BM ഹോം സിനിമയുമായിട്ട് ബന്ധപ്പെടണം. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്കിവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി വർക്ക് കൂടുതൽ വന്നു. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പറഞ്ഞു കഴിയുമ്പം റൂംസ് നോക്കാതെ, കാരണം ഞങ്ങൾ വെളിയിൽ നിന്ന് സംസാരിക്കുന്നില്ല, റൂമൊന്നും നോക്കാതാവുന്നു അവർ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞേക്കാൾ കൂടുതൽ അവർക്ക് ലേബർ ചാർജും കാര്യങ്ങളും ആയിട്ടുണ്ട്, അതിനനുസരിച്ച് പണി അതുപോലെ വന്നിരുന്നത്. അപ്പം നിങ്ങൾ പുതിയ വീട് പണിയുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ BMുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടതിന് ശേഷം ആ റൂം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പോസ്റ്റ് വൈസും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഏത് ബഡ്ജറ്റിനും അത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഭാഗ്യരാജയുടെ കൂടെ പറഞ്ഞു ചേട്ടന് ഇഷ്ടമുള്ളത് ആ ക്രൈസാണ്, അതിനെ ഏത് രീതിയിൽ പറ്റും ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോഴും ഞാനും ചോദിച്ചു അത് തിയേറ്ററിൽ ഇരിക്കുന്ന എഫക്റ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ക്ലാരിറ്റി കാണുമോ, ഓഡിയോ എങ്ങനെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പറ്റുന്ന രീതിയിൽ ഞാനത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ചെയ്തു തരാം, അതെന്തായാലും ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോടും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങളുടെ ടേസ്റ്റിന് ഒരു തിയേറ്റർ ക്വാളിറ്റി, അതായത് തിയേറ്റർ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു കിട്ടില്ല തിയേറ്ററിൻ്റെ വിശേഷങ്ങളായി കണ്ടുകൊടുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ബൈ.